الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കുന്നു. ഏറെ പുണ്യം നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിനെ ഏറെ അറിയാനും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും മാത്രമല്ല പടച്ചറബ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നൊക്കെ നമ്മളെ അറിയിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഹജ്ജ് കർമ്മം നടക്കുന്നത്. നമുക്കറിയാം, പടച്ചറബിനെ കുറിച്ച് ഏറെ ഓർമ്മപ്പെടുത്തുന്നതും അള്ളാഹുവിൻ്റെ വാക്കുകൾ സത്യമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എല്ലാവരും കഅബാലയത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്. കഅബാലയം എന്നുള്ളത് തന്നെ നമ്മളൊക്കെ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് നിൽക്കുന്നു എന്ന് നമസ്കാരത്തിൽ കരുതുന്നത് ആ കഅബയാണ്. കഅബാലയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭവനമാകുന്നു കഅബ. ലല്ലദീ ബിബക്കത മുബാറക, അത് കഅബയിലാണ്, അനുഗ്രഹീതമായ ആ ഭവനമാണ്. വഹുദൽ ലിൽ ആലമീന, ലോകർക്കുള്ള മാർഗദർശനവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യമായി പടച്ചറബിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കഅബാലയം, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത്, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ട പള്ളി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഅബാലയമാണ്. പിന്നെ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്നാണ്. എത്രയാണ് അതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 40 വർഷത്തിന്റെ വ്യത്യാസമാണ് ഉള്ളത് എന്നാണ്. കഅബാലയം നിർമ്മിച്ച് 40 വർഷത്തിന് ശേഷമാണ്
ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ നമുക്കറിയാം, കഅബാലയത്തിന്റെ ചരിത്രത്തിലും അതേപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രങ്ങളിലും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ളതായ കാര്യം, ആ കഅബാലയം ഇന്ന് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്ത് വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്ത്, കഅബാലയത്തിന്റെ സ്ഥലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർണയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിം നബിയും മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടിയാണ് കഅബാലയത്തിന്റെ അടിത്തറ പടുത്തുയർത്തിയത് എന്നും വിശുദ്ധ ഖുർആനിൽ കാണുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ന്. ഇതൊക്കെ പരസ്പരം ചില വൈരുദ്ധ്യങ്ങളായി നമുക്ക് തോന്നും, പലപ്പോഴും പല ആൾക്കാരും അവതരിപ്പിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ട കഅബാലയം അത് ആദിമ മനുഷ്യരായ ആളുകൾക്കും അല്ലാഹുവിനെ ആരാധിക്കാനുള്ളതാണ്. അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതലേ അല്ലാഹുവിനെ ആരാധിക്കുന്ന ഭവനമാണ് കഅബാലയം എന്ന് മനസ്സിലാക്കാം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഇറാഖിലാണ് ജനിച്ചു വളർന്നത്. ആ ഇറാഖിൽ തന്നെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി അന്ന് ഭവനമുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആ ഭവനത്തിൽ കയറിക്കൊണ്ട് ആ ഭവനത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുള്ളതായ ബിംബങ്ങളെ അദ്ദേഹം തച്ചുടച്ചുകൊണ്ട് വലിയ ബിംബത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ട് സംഭവത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോകുന്നതിന്റെ മുമ്പും ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നതിന്റെ മുമ്പായിക്കൊണ്ട് തന്നെ ആരാധനാലയങ്ങള് ലോകത്തുണ്ട്. അതുകൊണ്ട് ആദ്യമായ ലോക ആരാധനാലയം കഅബയാണ്. ഇബ്രാഹിം നബിക്ക് മുമ്പ് തന്നെയുണ്ട്. എന്നാൽ കഅബാലയം തകർക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ശിക്ഷ ഇറക്കിയതായ സന്ദർഭങ്ങളിൽ അതേത് കാലഘട്ടത്തിലാണെങ്കിലും അതിൽ മൂടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസും അതും മൂടപ്പെട്ടു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന കഅബാലയത്തിന്റെ അടിത്തറ പടുത്തുയർത്തി. അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാതായി പോയിരുന്നതായ ബൈത്തുൽ മുഖദ്ദസ് പടുത്തുയർത്തി എന്നാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ എവിടെ, ഇതൊക്കെ പടച്ച റബ്ബിന്റെ കഴിവിനെ കുറിച്ചും അല്ലാഹുവിന്റെ വാക്കുകൾ സത്യമാണ് പുലരുമെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഉള്ള സന്ദേശമാണ് നൽകുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുട്ടിയുടെ മാതാവിനെയും കൊണ്ടുപോയിക്കൊണ്ട് മക്കയിൽ താമസിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് വജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ, എന്റെ സന്താനങ്ങളെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദീ സർഇൻ, ഒരു താഴ്വരയിലാണ് ഞാൻ എന്റെ കുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്നത്. അവിടെ കൃഷിയൊന്നുമില്ലാത്ത ഇവിടെയാണ് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് താമസിപ്പിച്ചത്. എന്നാലും അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ആ താഴ്വരയിൽ താമസിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്, അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം, മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീ ആകർഷിപ്പിക്കണേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കളുടെ ഈ കഅബാലയത്തിന്റെ അടുത്തേക്ക് ആളുകളുടെ ശ്രദ്ധ നീ ആകർഷിപ്പിക്കണേ, അങ്ങോട്ടേക്ക് നീ ജനങ്ങളെ കൊണ്ടുപോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വർസുഖുഹും മിനസ് സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും നീ അവർക്ക് നൽകുകയും ചെയ്യണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. വർസുഖുഹും മിനസ് സമറാത്ത്, എന്തിനു വേണ്ടി?
ലഅല്ലഹും യഷ്കുറൂൻ, അവർ നിനക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടി എന്നാണ്. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. കഅബാലയം പടുത്തുയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, അല്ലയോ ഇബ്രാഹിം നബി, ഹജ്ജിന്റെ വിളംബരം നിങ്ങൾ ജനങ്ങളിൽ പ്രഖ്യാപിക്കുക എന്നാണ്. അന്ന് വളരെ കുറച്ച് മനുഷ്യന്മാരെ ഉള്ളൂ. ആളുകളിൽ വിളിച്ചു പറയാനാണ്. ചരിത്രങ്ങളിൽ കാണാം, തഫ്സീറുകളിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് മലയുടെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന്. അങ്ങനെ ആ വിളിച്ചു പറച്ചിലാണ് ഇന്നും അതിന്റെ അകമ്പടി എന്നുള്ള നിലക്ക് ആളുകൾ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ കാൽനടയായി നിന്റെ അടുക്കലേക്ക് വരും. എല്ലാം മെലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്തായി കൊണ്ടുവരും. അവർ വരുന്നത് വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് അവർ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വരുമെന്നാണ്. ഇത് ഇബ്രാഹിം നബിന്റെ അന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞതാ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സത്യസന്ധമായി അന്ന് മുതൽ തന്നെ പുലർത്തി. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴൊക്കെ കഅബാലയത്തിന്റെ അടുക്കലേക്ക് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയിട്ടുള്ള മഹത്തായ ഒരു കർമ്മമാണല്ലോ. ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതായിട്ടാണല്ലോ നമ്മളത് വിശ്വസിക്കുന്നത്. ഈ കാര്യം ആർക്കാണ് നിർബന്ധമാക്കുന്നത്? നമ്മൾ സ്വതവേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പണക്കാർക്ക് നിർബന്ധമായതാണെന്നാണ്. അല്ല, പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ നിർബന്ധമായ ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. അല്ലാഹു പറഞ്ഞത് വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. പണക്കാരായ ആളുകൾക്ക്, പണമുള്ളവർക്ക് ഹജ്ജ് ചെയ്യൽ എന്നല്ല പറഞ്ഞത്. വലില്ലാ, അല്ലാഹുവിനോടുള്ള കടമയാണ്, ബാധ്യതയാണ്. ആർക്ക്? വലില്ലാഹി അലന്നാസ്, മനുഷ്യരായ മുഴുവൻ ആളുകൾക്കും എന്നാണ്. ആരൊക്കെ മനുഷ്യരായിട്ടുണ്ടോ അവർ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കഅബാലയത്തിന്റെ അടുക്കലേക്ക് പോകൽ അനിവാര്യമാണ്, നിർബന്ധമാണ് എന്നാണ്. അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അലന്നാസ് ഹിജ്ജുൽ ബൈത്ത്, കഅബാലയെ ഉദ്ദേശിച്ച് പുറപ്പെടൽ, ഹജ്ജ് ചെയ്യൽ എന്ന് നമ്മൾ അതിനർത്ഥം പറയുന്നു. ആരാണ് പോവേണ്ടത്? ലിമൻ ഇസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ടേക്ക് പോവാൻ സാധിക്കുന്നവർക്കൊക്കെ അത് നിർബന്ധമാണെന്നാണ്. ആ പോവാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ നിർബന്ധമാകാൻ കാരണമായ ഒന്ന്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗങ്ങളിലും താമസിക്കുന്നവരായ ആളുകള് അവർക്ക് ഒരു പൈസയുടെയും ആവശ്യമില്ല ഹജ്ജ് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളായ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്കും ചെറിയ ചെറിയ പണം മതി ഹജ്ജ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് പണക്കാർക്കുള്ളതല്ല ഹജ്ജ്, മറിച്ച് പോവാൻ സാധിക്കുന്നവർക്കൊക്കെ നിർബന്ധമായ ഒന്നാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, പണ്ട് കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ മക്ക രാജ്യത്തും അതേപോലെ തൊട്ടടുത്ത രാജ്യങ്ങളിലുമൊക്കെയുള്ള സൗദി അറേബ്യയിലും തൊട്ടടുത്ത രാജ്യങ്ങളിലുമൊക്കെ ഇന്ന് ഒരുങ്ങിയാൽ തന്നെ അവർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഒരുങ്ങിയാൽ അവർക്ക് പോയി ഒരു ഉത്ബോധനം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ പോകാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിയമങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ മനുഷ്യർ, ഭരണാധികാരികൾ കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യരുടെ, വിശിഷ്ട ഹാജിമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അവർക്കുള്ള സുഗമമായ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ട് എന്നേ ഉള്ളൂ പെട്ടെന്ന് പോകാൻ. ഏതായിരുന്നാലും ഇതിന് പ്രത്യേകമായ അംഗീകാരം ലഭിച്ച ആളുകൾക്ക് മാത്രമാണ് ഇക്കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനെയുള്ള മഹത്തായ ഒരു ഹജ്ജ് കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. അത് ഇസ്ലാമിലെ അഞ്ചാമത്തെ കാര്യമായി, സ്തംഭങ്ങളിലെ അഞ്ചാമത്തേതായി നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹജ്ജ് കർമ്മം എന്നുള്ളത് നോക്കൂ നിങ്ങൾ, ദുൽഹജ്ജ് മാസത്തിൽ അതിൽ 8-ാം തീയതി മുതലാണ് ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത്. അതിന് മുമ്പ് പോകുന്നവരുടെ ഉംറ കർമ്മം നിർവഹിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് തഹല്ലുലായി നിൽക്കുന്നത്. 8-ാമത്തെ ദിവസത്തിന് പറയുന്ന പേരാണ് യൗമുത് തർവിയ എന്നാണ് പറയാ. നോക്കൂ നിങ്ങൾ, എന്താണ് ഇതിൽ പറയുന്നത്? ഹജ്ജ് കർമ്മത്തിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, തൗഹീദിനെ, അല്ലാഹു ഏകനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അത് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കഅബാലയത്തിലേക്ക്
അതിന്റെ ആ ചുറ്റുഭാഗങ്ങളിലൂടെ ആളുകൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നടക്കുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്യുന്നത്. തൗഹീദാണ്, ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചാരാധിക്കുന്നവന്നാണ്. അതുകൊണ്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നിയ്യത്ത് പറയുമ്പോ പറയാൻ നമ്മൾ വാക്കുകൊണ്ട് വായ കൊണ്ട് പറയുകയും മനസ്സിൽ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു നിയ്യത്ത് മാത്രമേ ഉള്ളൂ. ഏത് കാര്യത്തിൽ? ഹജ്ജിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്തതിലൊന്നും തന്നെ നമ്മളെ വായ കൊണ്ട് നമ്മൾ ഉദ്ദേശം പറയേണ്ടതില്ല എന്നാണ്. എന്നാൽ ഹജ്ജിന് മാത്രം ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതുകയും അതോടൊപ്പം തന്നെ വായ കൊണ്ട് പറയുകയും ചെയ്യുന്നു. അതാണ് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ, അതേപോലെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഹജ്ജിന് പോയാൽ അവർ പ്രഖ്യാപനം നടത്തുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ്. ആരാണ് നമ്മളെ വിളിച്ചത്? അല്ലാഹു നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? എന്നെയും നിങ്ങളെയും പടച്ച റബ്ബ് കഅബാലയത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ലബ്ബൈക് നിനക്കിതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിനക്ക് യാതൊരു കൂട്ടാളികളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹു നമ്മളെ ഏത് നിലക്കും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരാൻ, അതേപോലെ തന്നെ പ്രയാസങ്ങളെ തടുക്കുവാനുമായിക്കൊണ്ട് ഒരാളും പടച്ച റബ്ബല്ലാതെ മറ്റൊരാൾ നമുക്കില്ല. അതാണ് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത വൽ മുൽക് ലാ ശരീക ലക, തീർച്ചയായും സർവസ്തുതിയും ഇന്നൽ ഹംദ, എല്ലാവിധ അധികാരങ്ങളും എല്ലാം പടച്ച റബ്ബിനാണ്, അല്ലാഹുവിന് യാതൊരു പങ്കുകാരനുമില്ല എന്നാണ്. ഈ പങ്കുകാരനില്ലെന്ന പ്രഖ്യാപനം നടത്തുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച, അതിന്റെ മുമ്പ് ജീവിച്ച ആളുകൾ പറഞ്ഞ ഒരു കാര്യം, പടച്ച റബ്ബേ നിനക്ക് പങ്കുകാരനില്ല. ഇതേ തൽബിയത്ത് അവരും ചൊല്ലിയിരുന്നു എന്നാണ്. ഈ തൽബിയത്ത് മക്കയിൽ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കുകളും ചൊല്ലിയിരുന്നു. അവർ ചൊല്ലിയത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അങ്ങനെ കഅബാലയത്തിന് ചുറ്റും മക്ക മുശ്രിക്കുകളായ ആളുകൾ ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഉംറ ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ നബി പറയും എന്നാൽ മതി, അവിടെ നിർത്തു, അവിടെ നിർത്തു എന്ന് പറയും. പക്ഷേ അവരവിടെ നിർത്തില്ല. അവർ പറയും ലാ ശരീക ലക് ഇല്ലാ ശരീകൻ, ചില പങ്കുകാരൻ നാഥാ നിനക്കുണ്ട്, ആ പങ്കുകാരെ ഇല്ലാ ശരീകൻ ഹുവ ലക്, ആ പങ്കുകാരൻ നിന്റെ അധികാരത്തിന് കീഴിലുള്ളവരാണ്. തംലികുഹു വമാ മലക്, അയാൾക്കുള്ള കഴിവുകൾ മുഴുവൻ നീ കൊടുത്ത കഴിവാണ് എന്നാണ്. വിശ്വാസികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചാരാധിച്ചപ്പോൾ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അങ്ങനെയുള്ള ബിംബങ്ങളെയും ഒക്കെ അവർ വിളിച്ച് പ്രാർത്ഥന നടത്തിയ സന്ദർഭത്തിൽ, ആരാധന നടത്തിയ സന്ദർഭത്തിൽ അവർ അംഗീകരിച്ച ഒരു കാര്യം എന്താണ്? നമുക്ക് ഉപകാരങ്ങൾ ലഭിക്കുന്ന, നമുക്ക് ഉപദ്രവത്തെ തടുക്കാൻ സാധിക്കുന്ന ഈ ആലിഹത്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ആരാധ്യന്മാരാണെന്ന് വിശ്വസിക്കുന്ന ഇവരൊക്കെ തന്നെയും അല്ലാഹു കൊടുത്ത കഴിവുള്ളവരാണ്. ആ കൊടുത്ത കഴിവുകൾ കൊണ്ടാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ നാടുകളിലുള്ള പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ശിർക്ക് ചെയ്യുന്ന ആളുകളാവുക. അതല്ലാതെ എല്ലാ കഴിവും പടച്ച റബ്ബിന്റേതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വിശ്വസിച്ചാലും അവരോട് തേടിയാലും അത് ശിർക്കാവുകയില്ല എന്ന് പഠിപ്പിക്കുമ്പോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പ്രഖ്യാപനം നടത്തുന്നത് ഈ കഅബയെ ഉണ്ടാക്കിയത് തന്നെ എന്തിനു വേണ്ടിയാണ്? وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا أَلَّا تُشْرِكْ بِي شَيْئًا, എന്നിൽ നീ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഅബാലയം നിർമ്മിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായ ഭവനം. വതഹ്ഹിർ ബൈതിയ, എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം. അതേ ശിർക്കിൽ നിന്ന്
അവരെ ബിംബാരാധനകളിൽ നിന്ന് ശുദ്ധീകരിക്കണമെന്നാണ്. നിന്ന് നമസ്കരിക്കുന്നവർക്ക് വേണ്ടി, സുജൂദ് ചെയ്ത് നമസ്കരിക്കുന്നവർക്ക് വേണ്ടി, അതേപോലെ തന്നെ റുക്കൂ ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി നീ കഅബാലയത്തെ ശുദ്ധീകരിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ കഅബാലയം നിർമ്മിക്കപ്പെട്ടത് പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഅബാലയത്തിലേക്ക് പോകുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളും അങ്ങനെ തൽബിയത്ത് ചെയ്യുന്ന ആളുകളും ഇവിടെയൊക്കെ അവരുടെ മനസ്സുകളിലുള്ളത് യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള തൗഹീദിന്റെ വിളംബരമാണ് ഹജ്ജ് കർമ്മങ്ങളിൽ നടക്കുന്നതെല്ലാം തന്നെ. അതോടൊപ്പം ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ മനസ്സുകളെ യഥാർത്ഥത്തിൽ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായ മനസ്സോട് കൂടിയിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. എന്ന് വെച്ചാൽ അവരിൽ ഉണ്ടാവേണ്ട ഒന്നാണ് ഇഖ്ലാസ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോയ സന്ദർഭത്തിൽ നബിയുടെ വാഹനം സാദാ വാഹനമാണ്. കൈതയായിരുന്നു എന്നും കാണാം. എന്നാൽ സാദാ വാഹനപ്പുറത്താണ് നബി പോകുന്നത്. അതേപോലെ തന്നെ 3-4 ദിർഹം മാത്രം വിലയുള്ള സൗകര്യങ്ങളായിരുന്നു കഅബക്ക് മൃഗത്തിന്റെ പുറത്തുള്ളത്. അങ്ങനെയുള്ള ആ മൃഗത്തിന്റെ പുറത്തായിക്കൊണ്ടാണ് നബി യാത്ര പുറപ്പെടുന്നതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്ത ഒരു കാര്യമാണ്, അല്ലാഹുവേ, ഇത് ലോകമായതയിൽ നിന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒന്നിൽ നിന്നായി ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. ലാ സുംഅതൻ, കേൾക്കാൻ വേണ്ടിയിട്ടല്ല, വലാരിയാ, ആളുകൾ കാണാൻ വേണ്ടിയോ, ലാരിയാ വലാ സുംആ എന്നാണ്. ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഹജ്ജല്ല, അതേപോലെ ആളുകൾക്കിടയിൽ കീർത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഹജ്ജല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ അടുക്കലേക്ക് പോയത്. അഥവാ അല്ലാഹുവിന്റെ പ്രീതി മാത്രം, ആളുകൾക്കിടയിൽ കീർത്തി ഉണ്ടാകുന്നതിന് വേണ്ടിയല്ല എന്ന്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നത്തെ അവസ്ഥ രണ്ടാമതായി പൂർണ്ണമായിട്ട് നമ്മളിൽ അത് ഖിയാമത്ത് നാളിനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഹജ്ജ് കർമ്മമായി നടക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ മുഴുവൻ ആഭരണങ്ങളുമായിട്ടോ, അതേപോലെ തന്നെ സൗന്ദര്യ വസ്തുക്കളുമായിട്ടോ, അതേപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള പ്രൗഢികളായിക്കൊണ്ട്, ഇന്ന് നമുക്കറിയാലോ, നമ്മുടെ ഏതെങ്കിലും ആഘോഷ ദിവസങ്ങളിൽ നമ്മൾ അങ്ങേയറ്റത്തെ സൗന്ദര്യവൽക്കരണം നടത്തിക്കൊണ്ടാണ് പലരും പല ആഘോഷങ്ങളും നടത്തുന്നത്. എന്നാൽ ഹജ്ജിന്റെ കർമ്മത്തിന് പോകുന്ന ആളുകൾ എല്ലാവരും അവർക്കുണ്ടായ നല്ല വിലപിടിപ്പുള്ളതായ വസ്ത്രം അഴിച്ചു വെക്കുകയാണ്. അതേപോലെ അവരുടെ പല കാര്യങ്ങളും അവർ അയച്ചു വെച്ച്, എല്ലാ വസ്ത്രങ്ങളും അയച്ചു വെച്ചുകൊണ്ട് 2 തുണി മാത്രം എടുത്തുകൊണ്ടാണ് പോകുന്നത്. എല്ലാവരും അങ്ങനെയാണ്. അതാണ് ഇഹ്റാമിന്റെ ആ തുണിയിലുള്ളത്. മാത്രമല്ല, ഒരു അലങ്കാരങ്ങളും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ മനുഷ്യരും പോവുകയാണ്. ഹസൻ അൽ ബസ്രി പറഞ്ഞു, ആ വസ്ത്രം ഇട്ടുകൊണ്ട് പോകുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുന്നത് അത് മയ്യത്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കാരണം മയ്യത്ത് 2 തുണിയിൽ പൊതിഞ്ഞ്, അല്ലെങ്കിൽ തുണിയിൽ മാത്രം പൊതിഞ്ഞുകൊണ്ടുള്ള ആ അവസ്ഥ അയാളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ മരണം പടച്ച റബ്ബിനെ ഓർക്കുക, അടച്ചോ നിന്ന സുഖങ്ങളൊക്കെ തന്നെയും അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. മൂന്നാമതായി, ഒരു മനുഷ്യനെ ഹജ്ജ് ചെയ്യുന്നതിലൂടെ അവനെ കൃത്യമായി പടച്ച റബ്ബിന്റെ നിയമങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് അവനെ ശിക്ഷണത്തിലൂടെ, അവന്റെ പ്രാക്ടീസിലൂടെ അവരെ കൊണ്ടുവരുന്ന ഒന്നാണ് ഹജ്ജ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഇതൊക്കെ മറ്റെല്ലാ കർമ്മങ്ങളിലും ഉണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹജ്ജിന്റെ ഈ കാര്യം പറയുന്നത്. എന്താ തെർബിയത്തോടെ ഈമാനികമായ തെർബിയത്ത്, ഒരു ശിക്ഷണം ഹജ്ജിലൂടെ ലഭിക്കുന്നു എന്നാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇന്ന് പല ആൾക്കാരും പലതും ചിന്തിക്കുക, പലതും കൊടുക്കുമ്പോ എന്തിനാ അങ്ങനെ എന്ന് പറയും. അള്ളാഹുവിന്റെ കൽപ്പന മാത്രം നിർവഹിച്ചുകൊണ്ടാണ് ആളുകൾ കഅബയെ തവാഫ് ചെയ്യുന്നത്. 7 വട്ടം തവാഫ് ചെയ്യും. അതും തന്നെ എങ്ങനെയാ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇടതുഭാഗത്താണ് കഅബ ഉണ്ടാണ്. അങ്ങനെയാ തവാഫ്. സാധാരണ വലതാകല്ലേ, വലം വെക്കുക എന്നല്ലേ പറയാ. അങ്ങനെ വലതുഭാഗത്തല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതും 7 വട്ടം. അതും തന്നെ ആദ്യത്തെ തവണയിലായിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇൽതിബാഇന്റെ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തുണി ഇടുന്നു. അഥവാ അവന്റെ ഷോൾഡർ, വലത്തെ ഷോൾഡർ കാണുന്ന രൂപത്തിലാണ് ഉണ്ടാവുക, മറ്റത് മറച്ചുകൊണ്ട്. അങ്ങനെയാണ്. എന്തിനാണ്? അല്ലാഹ് പറഞ്ഞു ഞാനത് ചെയ്യുന്നു. 7 വട്ടം ചുറ്റുന്നു. ചുറ്റിക്കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നു. അതിനുശേഷം
സഫാ മലയിലേക്ക് കയറുന്നു. എന്തിന്? എന്താ അവിടെ ഉള്ളത്? ഒന്നും അവന് ഭൗതികമായ എന്തെങ്കിലും കിട്ടില്ല. അള്ളാഹ് പറഞ്ഞു അത് ചെയ്യുന്നു. കാബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദുആക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറുവായിലേക്ക് പോകുന്നു. വീണ്ടും അവിടെ നിന്നും കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കഴിഞ്ഞില്ല, വീണ്ടും സഫായിലേക്ക് പോവുകയാണ്. ഇങ്ങനെ 7 പ്രാവശ്യം. മറുവയിലെത്തിയാൽ 1 വീണ്ടും സഫായിലെത്തിയാൽ 2, ഇങ്ങനെ 7 പ്രാവശ്യം നടക്കുക. എന്താ നടത്തത്തിലുള്ളത്? നമ്മൾ ആരെങ്കിലും എന്താണ് അതിലുള്ളത്? അള്ളാഹ് പറഞ്ഞു, എന്റെ രക്ഷിതാവായ അള്ളാഹു പറഞ്ഞു ഞാനത് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ കർമ്മവും. അറഫായിൽ പോയി നിൽക്കുകയാണ് 9-ാം തീയതി. അവിടെ പോയി നിന്ന് കുറെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് മഗ്‌രിബിന് ശേഷം മുസ്ദലിഫയിലേക്ക് എത്തുന്നു. മുസ്ദലിഫയിലേക്ക് പോരുന്നു. മുസ്ദലിഫയിൽ രാത്രി കഴിച്ചു കൂട്ടുന്നു. നേരം പുലരുന്ന സന്ദർഭ സുബഹി നമസ്കരിച്ചതിന് ശേഷം അവിടെ നിന്ന് ആളുകൾ പോരുകയാണ്. 7 കല്ലെടുത്തിട്ട് ആ 7 കല്ലുകൾ എടുത്തുകൊണ്ട് ഒരു ജംറയിൽ എറിയുകയാണ്. ജംറത്തുൽ ഉസ്തയിൽ എറിയുകയാണ്. എന്തിനാണ് കല്ലെറിയുന്നത്? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജിന്റെ കർമ്മം എന്നുള്ളത്. കഴിഞ്ഞിട്ടില്ല വിശ്വാസികളെ, ഏതൊരു കർമ്മവും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. വിശിഷ്യ ഹജ്ജ് അള്ളാഹുവിന്റെ മഹത്തായ ഒരു പരീക്ഷണ കർമ്മമാണെന്നാണ്. കാരണം അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത് വമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്നാണ്. ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജ് ഉള്ളത്. ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ പിന്നീട് അവൻ അഥവാ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്നാണ്. അവന് ലൈംഗിക ചുവയുള്ള സംസാരങ്ങളോ ഭാര്യയുമായി കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അതേപോലെ തോന്നിവാസ വാക്കുകൾ സംസാരിക്കുകയോ തർക്കങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഇതൊക്കെ അവിടെ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. അള്ളാഹ് വിരോധിച്ച എന്ത് കാര്യമുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ അവിടെ പരീക്ഷിക്കപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഖുർആനിലെ ആയത്തുകളിലും പരീക്ഷിക്കുമെന്നാണ്. ഹറാമായ ഒരു കാര്യം നമ്മൾ അവിടെ ചെയ്യോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമെന്നാണ്. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു കർമ്മത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഏതൊരു കർമ്മത്തിലും അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമസ്കാരം, ജുമാ, ഇതൊക്കെ പടച്ചറബ് നമ്മളെ പരീക്ഷിക്കും. ആരാണ് നേരം വൈകി വരുന്നത്? ആരാണ് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പിൽ പള്ളിയിലേക്ക് എത്തുന്നത് എന്ന് അള്ളാഹു നോക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉണ്ടാക്കും. അതുണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഈമാനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക എന്ന ബോധം നമുക്കുണ്ടാവുക. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടിയും ആ പ്രതിഫലങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടും ആ ഒരു നിയ്യത്ത് മാത്രമായി കൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉപദേശിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവുകളെ കുറിച്ച് അറിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഞാൻ ഓതിയ ആയത്തിലുണ്ട്. വൈദ ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈആ, ആ ആയത്തിലും അതേപോലെ തന്നെ മറ്റു ചില ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ലിതഅലമു അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. ലിതഅലമു എന്ന എന്തിനാണ്? ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം, പവിത്രമായ കഅബാലയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. ഖിയാമൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഖിയാമായിക്കൊണ്ട്. എന്താ ഖിയാമ്?
ജീവിക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ നിർവഹിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഏതിൽ ദുനിയാവിന്റെ കാര്യങ്ങളും പാരത്രികമായ കാര്യങ്ങളും എന്ന് അള്ളാഹ് പ്രഖ്യാപിച്ചതാണ്. ഖിയാമൽ ലിന്നാസ് വശഹറൽ ഹറാം വൽ ഹദിയ വൽ ഖലാഇദ്. അതേപോലെ തന്നെ ഈ ദിവസത്തിൽ അഥവാ ഈ കഅബാലയം നിർമ്മിച്ചുകൊണ്ട് അള്ളാഹു നിയമമാക്കിയിട്ടുള്ളതായ ഹജ്ജ് കർമ്മത്തിലും വശഹറൽ ഹറാം പവിത്രമായ 4 മാസങ്ങളിലും, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു റജബ് മാസം, അതേപോലെ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്ന അടുപ്പിച്ചുള്ള 3 മാസങ്ങളിലും, വൽ ഖലാഇദ് വൽ ഹദിയ കഅബാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതായ ഹജ്ജ് അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളിലും, വൽ ഖലാഇദ് ബലിമൃഗമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അണിയിക്കപ്പെട്ടിട്ടുള്ള മാലയാണ്. അങ്ങനെ അത് ധരിപ്പിച്ച ആ മൃഗങ്ങളിലും ഒക്കെ തന്നെയും ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പടച്ചറബ് ഉണ്ടാക്കിയത്? എന്തിനാ കഅബ ഉണ്ടാക്കിയത്? എന്തിനാ കർമ്മങ്ങൾ ഉണ്ടാക്കിയത്? ലിതഅലമു അന്നല്ലാഹ്, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളത് അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വ അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളിലും അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹിനെ കുറിച്ച് അറിയാനാണ് ഖുർആനിലെ ആയത്തുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം പവിത്രമായതാണ് എന്ന് നമ്മൾ ഓർക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, ഹജ്ജിന് പോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിൽ എല്ലാ അവരുടെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്താലും കൂലിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് അറഫ ദിവസം എന്നുള്ളത് നമുക്ക് അടുത്ത വെള്ളിയാഴ്ചയായിട്ടാണ് നമ്മുടെ നാട്ടിലുണ്ടാവുക. അറഫ ദിവസത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത്, അറഫ ദിവസം ഹജ്ജ് ചെയ്യാത്ത, ഹജ്ജിന് പോവാത്ത ആളുകൾക്ക് ഉള്ള ഒരു കർമ്മമാണ് ആ അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത്. നോമ്പ് നോറ്റാലോ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ഖേദകരമായ ഒരവസ്ഥ ഉള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ നാടുകളിലൊക്കെ ആളുകളൊക്കെ ബുദ്ധിജീവികളായി മാറിയതുകൊണ്ടും എല്ലാവരും വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായി മാറിയതുകൊണ്ടും ആകെ വിശ്വാസിലാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് എല്ലാവരും ഉള്ളത്. കാരണം ഇപ്രാവശ്യത്തെ ഹജ്ജിലും തന്നെ ആളുകൾ അവിടെ നിൽക്കുക. വ്യാഴാഴ്ചയാണല്ലോ അറഫ, വെള്ളിയാഴ്ചയാണ് മക്കത്തെ പെരുന്നാൾ. നമ്മളെന്നാ നോമ്പോൽക്കുക, നമ്മളെന്നാ പെരുന്നാളേക്ക എന്നാരും ചോദിക്കില്ല, നമ്മളെന്നാ നോമ്പോൽക്ക എന്ന് മാത്രം ചോദിക്കും. നോക്കൂ നിങ്ങൾ അവസ്ഥയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അതിനെ നമുക്ക് പഠിപ്പിച്ചത് അറഫ 8-ന്റെ അന്നാണ് തർവിയത്ത്, 9-ന്റെ അന്നാണ് അറഫ, 10-ന്റെ അന്നാണ് യൗമുൻ നഹർ എന്നാണ്. ബലികർമ്മം നിർവഹിക്കുന്നത് 10-ന്റെ അന്ന്. ഇത് നമ്മുടെ നാട്ടിൽ എന്നാണോ അന്നാണ് നമ്മളും ഈ കാര്യം നിർവഹിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാണോ നമ്മുടെ നാട്ടിൽ 8 അന്ന് നമുക്ക് തർവിയത്തില്ല, എന്നാണോ നമുക്ക് 9 അന്നാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. എന്നാണ് മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ 10 ആകുക, അന്നാണ് നമ്മൾ യൗമുൻ നഹറായി അറുവിന്റെ ദിവസമായി കാണണം. ഏറ്റവും ശ്രേഷ്ഠമായത് 10ാമത്തെ ദിവസം അറക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളതാണ്. ശ്രേഷ്ഠതയാണ്, അറക്കാൻ പാടില്ല വേറുള്ള ദിവസത്തിൽ നിന്നല്ല, അറക്കാൻ ശ്രേഷ്ഠമായത് 1ാമത്തെ ദിവസം അറക്കുക എന്നുള്ളതാണ്. ശ്രേഷ്ഠത ഉണ്ടെന്നാണ്. കാരണം നബി ആദ്യമായി ചെയ്തത്, നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്തു കൊള്ളുന്നത് ബലിയർക്കുക എന്നുള്ളതാണ് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ നാടുകളെ എല്ലാവരും നമ്മളെ നാട്ടിലത്തെ അവസ്ഥയിലല്ലേ പോയിരുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ എക്കാലഘട്ടത്തിലും ഒരേപോലെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എക്കാലഘട്ടത്തിലുമുള്ള ഒന്നാണ്. എന്നാണോ നമ്മുടെ നാട്ടിൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ 9 ആകുക, അന്നാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടതും 10 ആകുന്ന അന്നാണോ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി നാം നോമ്പനുഷ്ഠിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. അതിലാണ് നമുക്ക് പുണ്യമുണ്ടാവുക. ഇനി മറ്റുള്ള കാര്യങ്ങൾ അത് മുഴുവൻ ആളുകളും മാറിയാൽ അങ്ങനെയാണെന്ന്. മുഴുവൻ ആളുകൾ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരാൾ മാത്രം മാസപ്പിറവി കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പണ്ഡിതന്മാരെ ചോദിച്ചു നോക്കി, അങ്ങനെ പറഞ്ഞു ചിത്രണ്ടാക്കുന്ന പണ്ഡിതന്മാർ ചോദിക്കൊണ്ടത് അതാണ്. ഒരാൾ മാത്രം മാസപ്പിറവി കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിന് എന്താ പഠിപ്പിക്കണത്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അംഗീകാരം മറ്റുള്ള ആൾക്കാരെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാള്
മാത്രം അതിൽ നിന്ന് ഒഴിവാകുകയും ആളുകളുടെ കൂടെ കൂടുകയും ചെയ്യേണ്ടത് നാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരുമിച്ചാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്നതാണ്. ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എന്താണോ അതിലൂടെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ബർക്കത്ത് ഉണ്ടാവുക എന്നുകൂടി മനസ്സിലാക്കുക. നമ്മളെല്ലാവരും പുണ്യങ്ങളിലേക്ക് നിരതരാവുക. അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ദിവസങ്ങൾ പുണ്യകരമാണ്. ഓരോ ദിവസവും നമ്മൾ എന്തിനാണ് വിനിയോഗിച്ചത്, ഇന്ന് എന്ത് പുണ്യാണ് ഞാൻ ചെയ്തത് എന്ന് നമ്മൾ സ്വന്തത്തിനോട് ചോദിക്കുക. ദുഹാസ്കാരങ്ങൾ നിസ്കരിക്കാത്തവർ നിസ്കരിക്കുക, ദിക്റുകൾ ചൊല്ലുക. ഹജ്ജിന്റെ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് അള്ളാഹിനെ ഓർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹാജിമാർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് മബ്റൂറും അതേപോലെ തന്നെ മഖ്ബൂലുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. കടത്തിൽ കുടുങ്ങിയവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ കൊടുക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.